ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊച്ചി ടു UK വരെയുള്ളൊരു ട്രാവൽ വീഡിയോ ആണ്. സോ എനിക്ക് ഫ്ലൈറ്റ് എമിറേറ്റ്സ് ഫെയർ ആയിരുന്നു. ടൈം രാവിലെ 10:30 ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എയർപോർട്ടിൽ എത്തിയിരുന്നു. അതിനുശേഷം ലഗേജസ് എല്ലാം ഒന്നുകൂടെ വെയിറ്റെല്ലാം ക്രോസ് വെരിഫൈ ചെയ്തു. അതിനുശേഷം ഞാനും അച്ഛനും അമ്മയും കൂടെ പോയി ഒരു കോഫിയെല്ലാം കുടിച്ചിട്ട് തിരിച്ചു വന്നു. എനിക്ക് അതുവരെ ഒരു നിൽ ഫീലിംഗ് ആയിരുന്നു. എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, മൈൻഡ് ഒരു ബ്ലാങ്ക് ആവുന്നൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് അതുവരെ ഉണ്ടായിരുന്നത്. എനിക്കറിയായിരുന്നു എന്തായാലും പോകുന്ന ടൈം നല്ല ഇമോഷണൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാ ഫീലിങ്സും ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചേക്കായിരുന്നു. നാച്ചുറലി എന്തായാലും ഒരു ഫാമിലിയിൽ ഒരു എൽഡർ ഡോട്ടർ ഇങ്ങനെ ഒരു പുറത്തോട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള വിട്ടു നിൽക്കുന്ന വിഷമമായിരിക്കാം. ഇനി കാണണമെങ്കിൽ കുറച്ച് നാൾ കഴിയണമല്ലോ എന്നുള്ള വിഷമം. നമ്മളെല്ലാവരും ഇമോഷണലി കണക്റ്റഡ് ആണ്. സോ നമ്മളിത് പുറത്ത് എത്ര എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ എല്ലാം ഓവർകം ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലും പിന്നെ ഞാൻ കുറേ നാൾ ആയി കാണുന്ന ഒരു ഡ്രീം ആയതുകൊണ്ടും ഞാനതിനെ സർവൈവ് ചെയ്തു. അങ്ങനെ വീട്ടുകാരുടെ അടുത്തെല്ലാം ബൈ പറഞ്ഞു. ഞാൻ ഈ നെക്സ്റ്റ് എയർപോർട്ടിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ള രീതിക്കെല്ലാം എൻ്റെ മൈൻഡ് സെറ്റാക്കിയിരുന്നു. അങ്ങനെ മനസ്സ് നിറയെ വിഷമത്തോട് ഒരു ഭാരത്തോടു കൂടിയാണ് ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ ID ചെക്കും വെരിഫിക്കേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൻ്റെ അകത്ത് എൻ്ററായി. സോ എമിറേറ്റ്സ് ആയിരുന്നു ഫ്ലൈറ്റ്. അതിനുശേഷം എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ പോയി ലഗേജ് എല്ലാം ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ബോർഡിങ്ങിനുള്ള ടൈം ആവാറായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/2 hour മാത്രമാണ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി അവിടെ വെരിഫിക്കേഷൻ കൗണ്ടറിൽ പോയപ്പോഴാണ് അവരുടെ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ ടിക്കറ്റ് ബിസിനസ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഫ്ലൈ ആയതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ആ സമയത്ത് ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്ന എക്സൈറ്റ്മെൻറ്റും കൂടെ അത് ബിസിനസ് ക്ലാസ്സിലോട്ടാണ് എന്നറിഞ്ഞപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റും അത് ഡബിളായി. സോ അങ്ങനെ ഒരു ചെറിയൊരു കുട്ടി എന്നുള്ള രീതിക്ക് ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറി. അങ്ങനെ സീറ്റ് കണ്ടുപിടിക്കാനായി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. എല്ലാം ലക്ഷൂറിയസ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാനൊരു ക്രൂ മെമ്പറുടെ ഹെൽപ്പോട് കൂടിയാണ് എൻ്റെ സീറ്റ് ഫൈൻഡ് ചെയ്തത്. സോ ഒബിയസ്ലി എനിക്ക് ഒരു വിൻഡോ സീറ്റ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിനുശേഷം എനിക്ക് എക്സാക്റ്റ് വിൻഡോ സീറ്റ് തന്നെയാണ് ലഭിച്ചത്. അങ്ങനെ ഇവിടെ പോയി സീറ്റെല്ലാം സെക്യൂർ ചെയ്തു. ലഗേജ് എല്ലാം മേലെ ക്യാബിനിൽ സെക്യൂർ ചെയ്തു. സോ തണുപ്പ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വീട്ടിൽ വിളിച്ച് ഫ്ലൈറ്റിൽ കയറിയെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് എനിക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ഓറഞ്ച് ജ്യൂസാണ് കിട്ടിയത്. അതിൽ സോൾട്ടോ ഷുഗറോ അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര പുളിയായിരുന്നു. അതിനുശേഷം അവർ മെനു തന്നിരുന്നു എനിക്ക് എന്താണ് ലഞ്ചിന് വേണ്ടതെന്നുള്ളത് ചോദിക്കാനായിട്ട്. സോ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ടേക്ക് ഓഫ് ആയി. അവർ ബെൽറ്റ് എല്ലാം സെക്യൂർ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചിന് ടൈമായി. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ലെമൺ റൈസ് വിത്ത് വെജ് കുർമ ആൻഡ് ചിക്കൻ കറി ആയിരുന്നു. ആൻഡ് ഡെസേർട്ട് സെക്ഷൻ ഒരു ചീസ് ബോൾസ് എന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. സംതിങ് റിലേറ്റഡ് ടു ചീസ് എന്നായതുകൊണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്കത് ഒട്ടും കഴിക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചീസ് തന്നെ ആയിരുന്നു. അതിനുശേഷം അവരൊരു ചോക്ലേറ്റ് കിട്ടി. പിന്നെ ഒരു ക്യാപ്പിച്ചിനോ ആണ് കുടിച്ചത്. അങ്ങനെ മീൽസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മൗത്ത് റിഫ്രഷ്നർ, തന്നെ ഒരു മിൻറ്റ് ജ്യൂസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എക്സാക്റ്റ് ടൈമിൽ എത്തിയില്ല. പറഞ്ഞ ടൈമിനേക്കാളും ഒരു 1.5 hour ഫ്ലൈറ്റ് ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തി.
ദുബായ് എയർപോർട്ട് നമ്മുടെ കൊച്ചി എയർപോർട്ടിനേക്കാൾ 4 ഇരട്ടി വലിയതാണെന്ന് എനിക്ക് തോന്നി അവിടെ ചെന്നപ്പോൾ. ഞങ്ങൾ ടെർമിനൽ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. കൂടെയുള്ള കുട്ടികളും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ട്രെയിൻ നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ ടെർമിനലിൽ എത്താനായി. അങ്ങനെ ഞങ്ങളത് കാഴ്ചയൊക്കെ കണ്ട് ഓരോരുത്തരോട് ചോദിച്ച് അങ്ങനെ കുറച്ച് ചുറ്റിക്കറങ്ങി നടക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ടെർമിനൽ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങുന്നു. സോ അതിനുശേഷം അവിടുത്തെ ഇമിഗ്രേഷനിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ബോർഡിങ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായി. ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് ദുബായിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇവിടെ 1.5 hour വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നില്ല. സോ എനിവേ അങ്ങനെ ബോർഡിങ് സ്റ്റാർട്ടായി. സോ ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിലോട്ട് നടന്ന് നീങ്ങി. അങ്ങനെ സെയിം എമിറേറ്റ്സ് തന്നെയായിരുന്നു ഫ്ലൈറ്റും. ഇത് എക്കണോമിക് ക്ലാസ് ആയിരുന്നു. സോ ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ്സിൽ കയറി പിന്നെ എക്കണോമിക് ക്ലാസ്സിൽ കയറുമ്പോൾ അതൊരു വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും എമിറേറ്റ്സ് ആയതുകൊണ്ട് തന്നെ സർവീസ് എല്ലാം അടിപൊളിയായിരുന്നു. ഇവരും ഒരു മെനു നമുക്ക് തന്നു. നമ്മൾ ചൂസ് ചെയ്തു എന്താണ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്തു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ്. നമ്മുടെ ഫുഡ് എത്തി. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബീഫ് വിത്ത് പൊട്ടറ്റോസ്. പൊട്ടറ്റോ ഈസ് മൈ എവർ ടൈം ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊട്ടറ്റോ കണ്ടപ്പോൾ തന്നെ ആ മെനുവിൽ ചാടി വീണത്. അങ്ങനെ എന്തോ സംതിങ് ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഡെസേർട്ട് സെക്ഷൻ, ഒരു ചോക്ലേറ്റ്, ദെൻ ഒരു ബിസ്ക്കറ്റ്, ദെൻ അഗെയിൻ ചോക്ലേറ്റ്സ്, ബട്ടർ, ദെൻ ഒരു ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രെഡ് ഉണ്ടായിരുന്നു. ദെൻ കോളയാണ് ഞാൻ ഡ്രിങ്കായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ സംതിങ് എന്തോ റിലേറ്റഡ് ടു റിലേറ്റഡ് ടു ചിയ സാലഡ്സ് ഓർ ചാന സാലഡ്സ്. അത് ബീഫ് സ്റ്റൂ വിത്ത് പൊട്ടറ്റോസ്, വെരി നൈസ് ആയിരുന്നു. അതിൽ കൂടെ ബ്രൊക്കോളി ആൻഡ് സം സീസണൽ വെജീസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡിഷ് കഴിക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രെഡ് ലെഫ്റ്റ് ഓവർ ബീഫ് ഗ്രേവിയിൽ കൂട്ടി, ദെൻ ബാക്കിയുള്ളത് ബട്ടറിൽ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അതിനുശേഷം കുറച്ച് നേരം എയർ ഷോ ഉണ്ട്. അവരുടെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, അതിൽ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, അങ്ങനെ കുറച്ച് നേരം അതെല്ലാം നോക്കിയിരുന്നു. സമയം പോകാനായിട്ട് നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി ഒരു 6 hours ബിഫോർ ലാൻഡിങ് അവരുടെ ഒരു മെനു ഉണ്ടായിരുന്നു. അതെന്തോ സാൻഡ്വിച്ച് വിത്ത് ക്ലോട്ടഡ് ക്രീം ആൻഡ് സ്ട്രോബെറി ജാം ആൻഡ് ഒരു സംതിങ് ബിസ്കോഫി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടും ആണ് കൂടെ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഓൾറെഡി ഗ്യാസ് കയറിയിട്ടാണോ നമ്മുടെ ടൈം ആകെ തെറ്റിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് എനിക്കത് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല. ഞാനത് വാങ്ങിച്ചു അതേപോലെ തന്നെ തിരിച്ചു കൊടുത്തു. എനിക്കത് കഴിക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഫിസിക്കലി നമ്മൾ ആകെ ടയേർഡ് ആൻഡ് മെൻ്റലി നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. ഫ്ലൈറ്റിലിരുന്നിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ അവിടെ എത്താതെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദുബായ് ടു UK ഉള്ള ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ്. സോ വീണ്ടും ഞാൻ എത്താറായോ എന്ന് അവരുടെ എയർ ഷോ വഴി നോക്കും. അവർ ലെഫ്റ്റ് ഓവർ ടൈം അതിൽ എഴുതി കാണിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്താറായെന്ന് കാണിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് സമാധാനമായി. ഓൾറെഡി വീട്ടിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എന്താ അവസ്ഥ എന്നറിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു.
സേഫായിട്ട് ലാൻഡ് ചെയ്തു. വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ നമ്മൾ ലഗേജ് കളക്ട് ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ആയാലും എല്ലാ സർവീസസും ബെസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ദൈവഭാഗ്യം കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലോങ് ജേർണി ആയിരുന്നു. അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് എത്താനായിട്ട്. അതിനുശേഷം നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇമിഗ്രേഷൻ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. സോ അത് ഈസി ആയിട്ട് കടന്നു പോയി. അതിനുശേഷം നമ്മൾ ലഗേജസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ലഗേജസ് എല്ലാം കളക്ട് ചെയ്തു. നമുക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നു അക്കോമഡേഷൻ വരെ. സോ നമ്മുടെ വണ്ടി ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ നമ്മളെല്ലാവരും സേഫായിട്ട് മാഞ്ചസ്റ്ററിൽ ലാൻഡ് ചെയ്തു. സോ ലഗേജസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു 52 kg വരെ അക്സെപ്റ്റബിൾ ആയിരുന്നു. സോ കുറച്ച് ടാസ്ക് ആയിരുന്നു ലഗേജസ് എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ നമ്മളെല്ലാവരും കൂടെ അത് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തു. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ലഗേജും കളക്ട് ചെയ്ത് എയർപോർട്ടിൻ്റെ ടൈം 4:30 AM ഞാൻ ഞങ്ങളുടെ വീട് എത്തിയത്, അക്കോമഡേഷൻ എത്തിയത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.